സാറേ നമ്മൾ 2 ആഴ്ചയായിട്ട് ഈ മനയുടെ ചുറ്റും കിടന്ന് കറങ്ങാണ്. ഇതെന്തിനാ നമ്മളിവിടെ വന്നെന്ന് പറഞ്ഞില്ല? ഞാൻ പറയാടാ. ഇതന്നെയാണ് 2 ആഴ്ച പറഞ്ഞോണ്ടിരിക്കുന്നത്. പറയാടാ ഇത് പറയണില്ലല്ലോ. എടാ ഞാനാരാ? സാറ് പ്രൊഡ്യൂസർ. ഞാനാരാ? സാറ് ചെയ്ത സിനിമയുടെ സംവിധായകൻ. നമ്മുടെ ക്യാരക്ടർ രജിസ്റ്റർ ആക്കി നമ്മൾ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ 14 ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തത്. ആ പടങ്ങൾ മൊത്തം പൊളിച്ചത് നിന്റെ സംവിധാനത്തിലാണ്. സാർ അങ്ങനെ പറയല്ലേ, ഇവിടെ കോടികൾ മുടക്കിയിട്ട് ഒരുപാട് ആൾക്കാർ റോഡ് പണിയുണ്ട്. ആ റോഡൊക്കെ പൊളിഞ്ഞല്ലേ, എന്നിട്ടാണ് സാറിന്റെ മാട്ടപ്പടം. നീ തന്നെ എഴുതി, നീ തന്നെ സംവിധാനം ചെയ്ത പടമല്ലേ അത്? സാർ അങ്ങനെ പറയല്ലേ, എന്റെ സംവിധാനത്തിന്റെ എഴുത്തിന്റെ കുഴപ്പം കൊണ്ടല്ല സിനിമകൾ പൊട്ടിയത്. സാറിന്റെ അച്ഛൻ കാരണമാണ് സിനിമകൾ പൊട്ടിയത്. ഇവിടെ മരിച്ചുപോയ എന്റെ അച്ഛന് സിനിമയായിട്ട് എന്താടാ ബന്ധം? ബന്ധമുണ്ട്. നമ്മൾ ആദ്യം സിനിമ തുടങ്ങുമ്പോൾ എങ്ങനെയാണ്, സാറിന്റെ അച്ഛന്റെ ഫോട്ടോ കാണിക്കും, എന്നിട്ട് പ്രണാമം എഴുതും. ഇത് കണ്ടു കഴിഞ്ഞ ആൾക്കാർ കൂവലോട് കൂവലാണ്. അതുകൊണ്ട് സാർ ആദ്യം സാറിന്റെ അച്ഛനൊന്ന് മാറ്റി പിടിക്കണം, എന്നിട്ട് വേറെ ആളുടെ ഫോട്ടോ വെക്കും. എന്റെ പടത്തിന് വേണ്ടി എന്റെ തന്തേനെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാർ തന്തയ്ക്ക് വിളിക്കുന്നു. തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അല്ല, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നേക്കണത്? അത് സാറ് പറഞ്ഞു, കുറെ നാളായിട്ട് പറയണില്ലല്ലോ. അല്ല, നമ്മൾ ഇവിടെ വന്നേക്കണ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ഇനി സംവിധാനം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു എച്ചീനെ ഒപ്പിച്ച് തന്നെ. ഈ 2 ആഴ്ചയായിട്ട് ഈ മനയെ കൊണ്ടിട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ വേറെ ഉദ്ദേശം ഉണ്ടെന്ന്. സാറ് വിചാരിക്കുന്ന പോലല്ല ഞാൻ. സാറേ, ഞാനല്ലേ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറങ്ങിയ ഡയറക്ടറാണ് ഞാൻ. ആ ഡയറക്ടറായി എന്റെ മുമ്പിൽ സാർ എന്താ പറഞ്ഞത്, ഞാൻ യക്ഷിനെ ഒപ്പിച്ചേർന്നു. യക്ഷികൾക്കാണ് ഇപ്പൊ ഡിമാൻഡ്. ഇത് ഞാൻ ചേച്ചിനെ വിളിച്ചു പറയും, ഇത് ഞാൻ ചേച്ചിനെ വിളിക്കും. അപ്പൊ നീയാണ് എന്റെ പെണ്ണുമ്പിള്ളേനെ ഇടക്കിടക്ക് വിളിക്കുന്ന ആളല്ലേ? അയ്യ, അങ്ങനല്ല. ഇപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിനെ വിളിച്ച് പറയുന്നു. ഞാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ ഉദ്ദേശങ്ങളൊക്കെ എനിക്ക് നിനക്കറിയാമോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യക്ഷികളെ വെച്ച് പടം പിടിക്കലാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എവിടെന്നെങ്കിലും ഒരു യക്ഷീനെ ഒപ്പിക്കണു, നിന്റെ കഥ യക്ഷിയോട് പറയുന്നു, പറ്റൂ ഇന്ന് നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നു. അത് മലയാള സിനിമയിൽ യക്ഷികളെ വെച്ച് പടം പിടിച്ചു കഴിഞ്ഞാൽ വിജയിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പറയുമ്പോൾ എത്ര പടങ്ങളെ വിജയിക്കുന്നത്? നമ്മുടെ ആകാശഗംഗ വിജയിച്ചില്ലേ? ഇന്ദ്രിയം വിജയിച്ചില്ലേ? വിജയിച്ചു. എന്തിനു പറയണ, ലോക സിനിമ വരെ ഗംഭീര വിജയായി. അങ്ങനെയാണെങ്കിൽ സാറേ, ഒരു ഉഗ്രൻ പ്രേതത്തിന്റെ സബ്ജക്ട് എന്റെ കയ്യിലുണ്ട്. കോൺഫിഡന്റ് ആണ്? അതെ. എന്നാ നമുക്ക് നാളെ തന്നെ പടം എടുക്കാം. നാളെ അല്ല, 2 മാസം കണ്ടു തുടങ്ങിയാൽ മതി. അതെന്താ താൻ കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട്? അല്ല, എന്നാലും ഒരു ചെറിയൊരു ശ്രമിക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും അല്ലടോ വേണ്ടത്. നമുക്ക് സിനിമ പിടിക്കണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെന്നെങ്കിലും ഒരു യക്ഷിനെ സംഘടിപ്പിക്കണം. യക്ഷിനെ എങ്ങനെ സംഘടിപ്പിക്കണം സാർ ഈ പറയണത്? ആണി ഊരണം. പിന്നെ ആണി ഊരിയ യക്ഷിയല്ല, ആണി ഊരിയ കലണ്ടറാണ് പോകണത്. അറിയാവോ? കാട്ടിലാണി ഊരണം. കാട്ടിലൊക്കെ എവിടെ സാർ ആണി കൊണ്ട് വെച്ചേക്കണത്? ആണി. അപ്പൊ എന്ത് പെട്ടെന്നാണ് സാറിന് ആണി കണ്ടുപിടിച്ചത്? നിന്റെ പടം പോലെ ലാഗല്ല ഞാൻ. പെട്ടെന്ന് തന്നെ ആണി ഊരണം, യക്ഷി വന്ന ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണം. പടപടപടേന്ന് ഓണ കാര്യങ്ങള്. എന്നായാലും ഞാൻ ആണി ഊരാൻ പോവാ. സാർ ആണി ഊരല്ലട്ടാ. ആണി ഊരി യക്ഷി വരുന്നു. യക്ഷി വന്നിട്ടാണ് എന്റെ ഒരു പ്രതീക്ഷയുള്ളത്. എന്റെ പൊന്നു മോനെ. അയ്യോ, സിഗരറ്റ് വലിക്കണ മരം. യക്ഷി വന്ന ആറ്റിറ്റ്യൂഡ് അല്ലേ അത്? യക്ഷി വരുന്നതാണോ? പുക മാത്രമേ വന്നുള്ളൂ, യക്ഷി വന്നില്ല. ആണ്ട്രാ, രസമുള്ള ഒരു പെണ്ണ് വന്നടാ. പൊതിഞ്ഞെടുത്തോ, ചായ മുക്കി തിന്നാ. രസമുള്ള പണ്ണ് വരണം. രസമുള്ള പണ്ണല്ല, അതൊരു പെണ്ണ് വന്ന്. നോക്കട്ടെ. ദേ സാറേ, തൊണ്ട വരണ്ടിരിക്കായിരുന്നു. ദേ കയ്യിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടാണ് വരുന്നത്. വെള്ളം മേടിച്ച് കുടിക്കാൻ. ചേച്ചിയെ, ഇച്ചിരി വെള്ളം തരാവാ? പിന്നെന്താ കുടിച്ചോ? ദേ വെള്ളം ചോദിച്ച മാതാളത്തിന്റെ ജ്യൂസ് തന്നേക്കണ്. മാതാളത്തിന്റെ ജ്യൂസ് അല്ല, മന്മഥന്റെ ജ്യൂസാ. മന്മഥന്റെ ജ്യൂസാ? എന്നെ തളക്കമ്മ മന്മഥനെ തലയടിച്ച് പൊളിച്ച ചോരെടുത്ത് പിഴിഞ്ഞ് ജ്യൂസാക്കിയതാ. തലയടിച്ചു. അയ്യോ, 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 അയ്യോ. നോക്കി നിൽക്കാണ്ട് റെക്കോർഡ് കിട്ടില്ല. ബീജിയാണ്. തുടക്കത്തിലെ ചിരി കണ്ട് ചിരിക്കണ്ട. ഒരുപാട് സാധനങ്ങൾ വരാണ്ട്, അതൊക്കെ കണ്ടിട്ട് ചിരിച്ചാ മതി കേട്ടോ. ഇതെന്തിനാണ് ഇങ്ങനെ കിടന്ന് ചിരിക്കണത്? പിന്നെ ഞങ്ങൾ യക്ഷിയുടെ ചിരിക്കാണ്ട് പിന്നെ എന്ത് ചെയ്യണം? യക്ഷിയാണോ? നിങ്ങളിപ്പോ വലിച്ചൂരി ആണില്ലേ, അതിന്ന് വന്ന യക്ഷിയാണ് ഞാൻ. എന്റെ പൊന്നെ, യക്ഷി. ആദ്യമായിട്ടാണ് യക്ഷിനെ കണ്ടിട്ട് ഇത്ര സന്തോഷം വേണ്ടത്. അതെ, സന്തോഷിക്കാൻ വരട്ടാ. ഇത് യക്ഷൊന്നല്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നൈറ്റ് ഇട്ട യക്ഷിനൊക്കെ? എടോ, ഞങ്ങൾ യക്ഷികളെ എപ്പോഴാ പുറത്തിറങ്ങണ? നൈറ്റ് ആണോ? നൈറ്റ് ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ് നൈറ്റ് ആണ്. അത് മാത്രല്ല, ഞങ്ങൾക്ക് ഈ പനിയെ കയറുമ്പോഴേ നൈറ്റ് ഇങ്ങനെ പൊക്കിക്കൊത്തിരി. ഞാൻ ഉറപ്പിച്ച് പറയുന്നത് യക്ഷിയല്ല. ഇനി യക്ഷിയാണോ തെളിയിക്കാൻ എന്റെ കയ്യിൽ വേറൊരു വഴിയുണ്ട്. എന്താണ്?
ആ നൈറ്റി ഒന്ന് പൊക്കാവോ? അയ്യ അങ്ങനല്ല, സാധാരണ യക്ഷികൾ ഉണ്ടല്ലോ നിലത്ത് കാലിറക്കാണ്ടാണ് നിൽക്കുക, അതറിയാൻ വേണ്ടിട്ടാണ്. അതെ, ഞങ്ങള് പനയുടെ പൊക്കത്തിരുന്ന് വെള്ളാടി അല്ല പരിപാടി, കാലിറക്കാണ്ടിരിക്കാനായിട്ട്. ഇതൊക്കെ ചോദിക്കാൻ താനാരാടോ? ഞാൻ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്, പേര് ഡിൽഡ. അത് മറ്റേ ബിരിയാണി ഇടുന്ന സാധനമല്ലേ? അത് ഡാൽഡ, ഇത് ഡെൽറ്റ. ഞാൻ മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസറാണ്. വേദനിക്കുന്ന ഒരു കോടീശ്വരനാണെന്ന് പറഞ്ഞതാണ്. അയ്യോ അമ്മ പത്തോന്ന് പറഞ്ഞത്. പേര് ഉമ്മറൻ കോശി. അപ്പൊ പിന്നമ്പറോ? അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നാ? സംഭവം വേറൊന്നല്ല, ഞങ്ങൾ പുതിയൊരു സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ സിനിമയിൽ ഞങ്ങൾക്ക് ഒരു യക്ഷിയെ വേണം. യക്ഷിയെ കണ്ടെത്താൻ വേണ്ടി വന്നതാണ്. അയ്യോ, സിനിമക്കാരാണ്. എനിക്ക് വിശ്വാസമായില്ലട്ടാ. ഞങ്ങൾക്കും വിശ്വാസമായിട്ടില്ലെന്നേ. പറഞ്ഞോട്ടെ, ഇതിനു മുമ്പ് 2 സിനിമാക്കാർ ഇതുവഴി വന്നായിരുന്നു. അവന്മാര് എന്റെ മനയുടെ ഫ്രണ്ടിൽ കൂടി പോയിട്ടെ ആ നീലിയുടെ മനയെ പോയി കേറി. നീലി മറ്റേ കല്യാൺകാട്ട് നീലി. അതന്നെ. ലോകയിലൊക്കെ അഭിനയിച്ച. സത്യം പറയാല, അതെനിക്ക് വെച്ച വേഷൂര് അവളത് തട്ടിയെടുത്തതാണ്. അയ്യോ, ഇപ്പൊ ആ സിനിമ ഒന്ന് ഹിറ്റായപ്പോ ജാട ഒന്ന് കാണണം. പണ്ട് എന്റെ ഒപ്പം പനയുടെ ഒക്കെ തിരുന്നവളാണ്. ഇപ്പതേ കാരവാനിലെ അതൊക്കെ പോട്ടെ. നെഗറ്റീവ് ബ്ലഡ് അവള് കുച്ചോള്. ഒരു ഗതി കെട്ടിരുന്ന സമയത്തെ കൊതികിനെ തല്ലിക്കൊന്ന് ചോര കുടിച്ചവളാണ്. ഞാൻ കാര്യം പറയട്ടെ, ഈ യക്ഷികൾക്കിടയിലുണ്ട് കുശുമ്പും കുന്നായ്മയ്ക്കുള്ള ആൾക്കാർ. ഈഗ ക്ലാസ്സിലത്തെ പെമ്പിള്ളേരുണ്ടാടോ? നമുക്ക് ഈ യക്ഷി മതി, നമുക്ക് അഡ്വാൻസ് കൊടുക്ക്. സാർ എന്ത് വർത്താനം പറഞ്ഞു? ഇപ്പോഴും ഞാൻ പറയണത് യക്ഷിയല്ലെന്ന്. യക്ഷിയാണത്. നിനക്ക് നീലിനെ കണ്ട മാത്രമേ യക്ഷിയായിട്ട് തോന്നുള്ളൂ. എന്റെ കണ്ട നിനക്ക് യക്ഷിയായിട്ട് തോന്നുള്ളടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിച്ച റൂട്ട് യക്ഷിയല്ല. ഞങ്ങൾ ഉദ്ദേശിച്ച റൂട്ട് യക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അയ്യോ, എന്റെ പെണ്ണുമ്പള, ഈ റൂട്ടുള്ള യക്ഷിയാണ് നമുക്ക് വേണ്ടത്. ഈ റൂട്ട് മതി. അപ്പൊ നിങ്ങളാണല്ലോ യക്ഷിയുടെ ബാല്യക്കാരി. യക്ഷിനെ ഞാൻ വിളിക്കാം. അതെ, യക്ഷിയെ കാണണമെന്ന് പറഞ്ഞ ആരോ ഉമ്മറത്ത് വന്ന് നിക്കണുണ്ട്. ഒന്ന് ഇത്തടം വരെ വരിക. സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാലേട്ടനെയും രജനീകാന്തിനും വെച്ചിട്ട് ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്താലോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇതും പിടിച്ച്. അഡ്വാൻസ് ആയിരിക്കും. ചെക്ക് വേണ്ട കേട്ടോ. പൊന്നു സുഹൃത്തുക്കളെ, ഇത് മാത്രമാണ് എന്റെ ഉള്ളത്. ഇത് അടിപൊളി എടുത്തിട്ട് വള്ളി എനിക്ക് താട്ട്, ഞാനിവിടെ കെട്ടി തൂങ്ങി തട്ടോളാം. അതെല്ലാം കുറച്ച് മുടക്കിയാൽ മതി. കുറച്ച് മുടക്കാനായിട്ട് താനിത് മടക്കി അകത്തേക്ക് വെച്ച് എന്നിട്ട് പെട്ടി മുടക്കി. അതിന്റെ പെട്ടിയോട് മാറ്റി വെക്കണം. നിന്റെ പടം ഈ പെട്ടിക്കകത്ത് തന്നെ ഇരുന്നോട്ടെ. അതല്ല സാറേ, ഞാൻ വേറെ കാര്യം പറയാം. ആ പടം വേണ്ട. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്താണ് ഇവിടെ കാണിച്ചപ്പോ ഇവിടെന്ന് തീ വാങ്ങണു, ഇവിടെ കാണിച്ചപ്പോ ഇവിടെന്ന് തീ വാങ്ങണു. അത് ഇവിടെ കാണിച്ചപ്പോ വന്ന തീയല്ല, അത് അവിടെ കണ്ട അറേബ്യൻ മന്തിക്കടയാണ്. അവിടെ ആരോ അൽഫാം ചുട്ടപ്പോ വന്ന തീ അല്ല. ഇത് അല്ല, എന്നാ ആദ്യമായിട്ട് സിനിമയിൽ വിളിക്കാൻ വന്ന ആൾക്കാരല്ലേ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കഴിക്കാൻ എന്താ ഇവിടെ ഉള്ളത്? നല്ല ചൂട് ചോര, നല്ല ഞരമ്പ് തോരനുണ്ട്. അല്ല, തിന്ന്. എനിക്ക് വേണ്ട. എടുക്ക, ഞാൻ കുരുമുളക് ഇട്ട് വറ്റിച്ചു വെച്ചതാ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ബീപോസി ബ്ലഡ് എടുക്കാം. അതിങ്ങനെ ഒഴിച്ചങ്ങനെ കുടിച്ചാൽ മതി. വലിച്ചു കുടിയടാ, പിന്നെ വേണ്ടത്. അന്ന് പിന്നെ നല്ല ഓ പോസിറ്റീവ് ബ്ലഡ്, അതില് 2 ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒരു 9 അടിച്ചാലല്ല കിട്ടില്ല. ചോറാന്ന് പറയുമ്പോ എനിക്ക് തല ഇറങ്ങും. എനിക്ക് വേണ്ടടി. ചോര കണ്ട തല ഇറങ്ങുന്ന ആ നിങ്ങളാണ് യക്ഷിപ്പടം പിടിക്കാൻ വേണ്ടി. തല കറങ്ങിയാലും വേണ്ടി യക്ഷിയുടെ പടം പിടിച്ച് എനിക്ക് വിജയിക്കണം. അങ്ങനെ വിജയിപ്പിക്കാനായിട്ടില്ല. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യക്ഷിയല്ല. അങ്ങനെ ഫിക്സ് ചെയ്യാനും പറ്റൂല. ഇതിനെന്തെങ്കിലും കഴിവുണ്ടോ നോക്കണം. കഴിവുണ്ടോ നോക്കി നമ്മൾ അഭിനയിപ്പിക്കാൻ വിളിച്ചാൽ മതി. എന്താണ്? ഞങ്ങളുടെ നാട്ടിലെ ഞാനാണ് കലോത്സവത്തിനൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കും. കലോത്സവം അല്ലല്ലോ, കലോത്സവം അല്ലേ? അയ്യോ, നിങ്ങളുടെ നാട്ടിലാണ് കലോത്സവം, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലോത്സവം. എന്താണ് ഐറ്റം? നാടൻ പാട്ടാണ്. 2 ഗ്ലാസ് എനിക്ക് വേണം. നാടൻ പാട്ടല്ല, നാടൻ നാടൻപാട്ട് വേണ്ട. നാടൻ നൃത്തായാലോ? നാടോടി നൃത്തം കളിക്കും. ഇപ്പൊ ശരിയാക്കി എനിക്ക് ഇഷ്ടമുള്ളത്. മലയക്ഷി, ഞാൻ മലയക്ഷി, നാടുതാനി കുളത്തിലെ മലയക്ഷി, മുളങ്കുഴലിൽ ചോരമായി മലനാടൻ നഖവുമായി മല കടന്നു വന്നതാണ് മലയക്ഷി. മലയക്ഷി, മലയക്ഷി, ഒരു തുള്ളി ചോരയ്ക്കായി, ഒരു സെന്റ് ഭൂമിക്കായി കേഴുന്ന
മലയക്ഷി മലയക്ഷി ഞാൻ മലയക്ഷി. ഇത്രയും വലിയ കാടുണ്ടായിട്ട് 1 സെന്റ് ഭൂമിക്ക് വേണ്ടി തേടുന്ന മലയക്ഷി കൂടൊരു മലഭൂതം. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ഈ യക്ഷിനെ ഇഷ്ടപ്പെട്ടു. നമുക്ക് അഡ്വാൻസ് എടുത്ത് പരിപാടി ബുക്ക് ചെയ്യാം. ഫിക്സ് ചെയ്യുന്ന ഉറപ്പാണ് നിങ്ങൾ? ഓക്കെ, ഞാൻ ഫിക്സ് ചെയ്ത്. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഇനി മാറ്റമില്ല? ഇനി മാറ്റമില്ല. സംഭവം പെർഫോമൻസ് ഉള്ള കൊച്ചാണ്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ. അതെ, അപ്പൊ തന്നെ ഞങ്ങൾ സിനിമയിലെടുത്തു. ഈ സിനിമയിലെടുത്ത് അഭിനയിക്കണം. പിന്നെ അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന പോലെ അഭിനയിക്കേണ്ടി വരും. അത് ചെയ്യാ. അപ്പൊ പിന്നെ സെറ്റ്. കടവിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം. ഇതെന്നെ കാണിക്കണത്? ആരാടാ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ? നടന്നിട്ടെന്നാൽ പുല്ലിന് ആഹാ, ഏതോ ഉത്സവ പറമ്പില് സ്കിറ്റ് കളിച്ചോണ്ടിരിക്കുന്നു. ശാന്തി ഇവിടെ വടി. ഇന്നലെ ഞാൻ ഇത്തിരി ചാളക്കറി ചോദിച്ചപ്പോ നീ എന്താടി എന്നോട് പറഞ്ഞത്? എനിക്ക് സൗകര്യമില്ല മനസ്സിലായി. നിന്റെ ഒരു പാട്ടിയാല അതിട്ട് നീ നാട്ടിയാല് എന്ത്? ഞാനൊരു കാര്യം പറയാം. എന്റെ മനസ്സിൽ നിങ്ങൾ എല്ലാവരും കേൾക്കണം. എന്നോട് ഒരു കടക്കാരൻ വന്ന സംശയം, ഒരു പാത്രക്കാരൻ വന്ന സംശയം, പറയുന്ന റോട്ടിക്കുള്ള മനുഷ്യൻ പോയാൽ മതി. ഈ മനുഷ്യക്ക് സംശയമാണ്. ഇവക്ക് അവനുമായിട്ട് വരെ ഉണ്ടാവും. ഇവളെ ചീത്തയാക്കണവളമാരെ ഞാൻ കണ്ടായിരുന്നു. തൊഴിലുറപ്പി വരുമ്പോ എന്താണ് ഇവളുമാരുടെ നാക്ക് അവക്ക് മിണ്ടാൻ പേടില്ല. ഞാനൊരു കാര്യം പറയാം. ഇതുപോലെ എന്റെ ജീവിത അവൻ ജീവിത പങ്കാളിയല്ല, ജീവിക്കാൻ വേണ്ടി വന്ന യാതോ ഒരു ബംഗാളി. വല്ലവന്റെ കൂടെ പോടി. എന്നാ പൊടി. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഫ്രഷ് കുടിയൻ സ്കിറ്റിന് ശേഷം ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ഫ്ലൈറ്റ് സ്കിറ്റ്. ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിനകത്ത് സെറ്റ് എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ കിടന്ന് കാട്ടിക്കൂടുന്ന അറിയാവോ? എന്തായിരുന്നു ഇവിടെ? എനിക്കൊരു ചെറിയ സംശയം. നിങ്ങൾ പ്രൊഡ്യൂസർ തന്നെയാണോ? ഞാൻ പ്രൊഡ്യൂസർ. ഞാനൊരു കാര്യം പറയട്ടെ. അത് ചത്തുപോയ പ്രേതാന്നാണെങ്കിലും പറയാം. എന്തായാലും ഇവിടെ മതി. ഇവിടെ നമ്മൾ എഗ്രിമെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഉഗ്രം പെർഫോമൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനകത്ത് നായികയായിട്ട് വെക്കും. മനസ്സിലായ? ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. അതെ, അപ്പൊ പടത്തിൽ ഞങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ഒന്നുമില്ല, എഗ്രിമെന്റ് ചെയ്യണം. ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യണം. സൈൻ ചെയ്യാനേ സൈൻ ചെയ്യാനാ പറഞ്ഞത്, ഷേവ് ചെയ്യാനല്ല പറഞ്ഞു. അല്ല, ഞങ്ങൾ നിങ്ങളൊക്കെ ഇനി പേപ്പറിൽ സൈൻ ചെയ്യണം. ഞങ്ങളുടെ സൈൻ എങ്ങനെ ഈ ഞരമ്പിങ്ങനെ വലിച്ച് പൊട്ടി പിടിക്കണം. സാറേ, ഇത് പറഞ്ഞേട്ടാ, എന്റെ കഴുത്തേക്ക് അടിക്കാൻ വേണ്ടി വരികയാണ്. ഞാൻ പറഞ്ഞില്ലടാ, യക്ഷിയെ വെച്ച് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ മലയാള സിനിമ രക്ഷപ്പെടും. സാറ്, ഞാൻ ചത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഈ ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാള സിനിമ രക്ഷപ്പെടും. കൊച്ചെ സൈൻ ചെയ്യാ. ഞാനുള്ളതുകൊണ്ട് എന്റെ പിള്ളേരെ അവിടെ പേടിച്ചില്ല. ഒരു ശക്തിയായിട്ട് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അല്ലാണ്ട് നോക്കായിരുന്നെങ്കിൽ നല്ലൊരു ഹൊറർ ടച്ച് ഉള്ള ഒരു കോമഡി സ്കിറ്റ് നമ്മൾ കണ്ടു. എന്ത് പറയുന്നു? ശരിയാണ്. ഒരു രക്ഷയുള്ളപ്പോ വേറെ രക്ഷ പേടിക്കണ്ടല്ലോ. ഓ, നിന്റെ ആ കൗണ്ടർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കൗണ്ടർ ആയിരുന്നു. യേശു ഏത് ചേച്ചി? പക്ഷെ ഇത് ആരുടെ കൈയായിരുന്നു അതാണ് എനിക്ക് അറിയേണ്ടത്. ഇതിന്റെ പിന്നിലെ പേടിച്ചു. പിന്നിലെ കൈയല്ല, മോളിലെ കൈ. ആ, ഈ കൈയിന്റെ പിന്നിൽ ആരുടെ കൈയാണ്? ഷജീർ, ആ വന്ന 2 കൈകൾ ആ തലയിലെ ആ ബുദ്ധി 75 വേണ്ടിട്ടല്ല മത്സരിക്കാൻ വന്നത്. ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, നമ്മൾ പറയില്ലേ ഹൊറർ കോമഡി എന്ന് പറഞ്ഞാല് ആരും പ്രതീക്ഷിക്കില്ല. കോമഡി ഷോയിൽ ഒരു ഹൊറർ കോൺസെപ്റ്റ്, അത് നല്ലൊരു ഇതായിരുന്നു. നന്നായി ചെയ്തു. സുബിൻചേട്ടന്റെ പെർഫോമൻസ്. അത് പറഞ്ഞപ്പോഴാണ് സുബിൻചേട്ടൻ അസാധ്യമായിട്ട് മിമിക്രി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, സുബിൻചേട്ട, ഞാൻ ഇവിടുന്ന് ഒരു കാര്യം അറിഞ്ഞു. ക്യാപ്റ്റൻ രാജു സാറിന് വോയിസ് കൊടുത്തിട്ടുണ്ട്, ഒരു സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് സുബിൻചേട്ടൻ എന്ന് പറഞ്ഞല്ലേ? അത് ഏതായിരുന്നു ആ സിനിമ? അത് വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞ സിനിമ. ലാസ്റ്റ് ക്യാപ്റ്റൻ രാജു അങ്കിളുടെ ലാസ്റ്റ് പടം അല്ലേ?
അപ്പൊ എത്ര സീൻസ് ആണ് അതിൽ ഡബ് ചെയ്തേ? അതിലൊരു 6ഓളം സീൻ ഉണ്ടായിരുന്നു ആഹാ. ആ സിനിമയ്ക്ക് വേണ്ടി ഡബ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ സുബിൻ ചേട്ടനോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാം, ക്യാപ്റ്റൻ രാജു സാറിന്റെ സൗണ്ട് നമുക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? കേൾക്കാം, നമുക്ക് ചെയ്തു നോക്കാം. 20 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് ജനം പിടിച്ച് നിന്നെ ഇങ്ങോട്ട് ഡോക്ടറെ കാണാനിറങ്ങിയതാണ് നിന്റെ ഈ ബാബ. അതിനുശേഷം നിങ്ങളെ തേടാത്ത നാടുകളില്ല, നിങ്ങൾക്കായി കാത്തിരിക്കാത്ത നാടുകളില്ല. അതേ മുന്നെയാണോ പടച്ചോനെ നീ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്? യാ റബ്ബേ, നീ വലിയവനാ, ഏറ്റവും വലിയവൻ. ആ വാ. സൂപ്പർ 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 സൂപ്പർ. സൂപ്പർ ഏട്ടാ, സൂപ്പർ. ഇതൊക്കെ പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ മനസ്സിൽ എന്താണെന്നറിയോ? ബാറ്ററി കാണിക്കല് ആണോ? എന്താണ് ബാറ്ററി കാണണോ? കാണിച്ചു കൊടുക്കല്ലേ മക്കളെ, കാണിച്ചു കൊടുക്കട്ടെ. ബാറ്ററി ആണോ? പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചുരി പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചുരി. ഇവരുടെ മുഖത്തെ ടെൻഷൻ ഞാനേ കണ്ടുള്ളൂ. മൂന്ന് പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. സൂപ്പർ. അപ്പൊ എന്തായാലും 40,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ശ്വേത ചേച്ചി ട്രാൻസ്ഫർ ചെയ്തോളൂ. യെസ്. ദാ Yay!